വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. നമ്മൾ വായിച്ച് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഹല്ലേലൂയ. വളരെ പ്രസംഗിക്കപ്പെടുന്നതും മരിച്ച വീടുകളിലൊക്കെ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതും സഭായോഗങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ശുശ്രൂഷകളിലൊക്കെ വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ള അതിശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് നമ്മൾ വായിച്ചത്. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം പറയുമ്പോൾ ഇതിന്റെ ചരിത്രഭാഗം നമ്മൾ പഠിക്കണമെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. മരിച്ചവരുടെ പുണ്യസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത് കാണാൻ കഴിയും. എന്താണ് നമ്മൾ വായിക്കുന്നത്? ഞാനിങ്ങനെ വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. മനുഷ്യൻ മുഖാന്തരം മരണം ഉണ്ടായി. ആരാന്തിമ മനുഷ്യനായി എന്ന് ആദവും പാപം ചെയ്തപ്പോൾ മനുഷ്യൻ മൂലം മരണം ഉണ്ടായി. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ മുഖാന്തരം ഹല്ലേലൂയ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ഉയർക്കപ്പെടും. ഹല്ലേലൂയ. ഈ ഭൂമി ജനിക്കുന്ന സകലരും ആദാമി പാപത്തിൽ ജനിക്കുന്നത് പാപത്തിലാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം വിശ്വസിച്ച കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മളെല്ലാവരും ജീവിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഓരോരുത്തരും താത്താന്റെ നിലയിലത്രേ ആദ്യ ഫലം ക്രിസ്തു. ഹല്ലേലൂയ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. എന്നിട്ടാണ് ഒടുക്കത്തെ മരണമായിരിക്കും ശത്രു നീങ്ങിപ്പോകുമെന്ന്. അപ്പോൾ മരിച്ചവരിൽ ആദ്യ ഫലം യേശു കർത്താവാണ്. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ്. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ഒരേ ഒരു വ്യക്തി യേശു കർത്താവാണ്. വിശുദ്ധ ബൈബിളിനകത്ത് സത്യവേദ പുസ്തകം മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന പഠിപ്പിക്കുന്ന അനവധി ആളുകളെ, അനവധി സംഘടനകളെ, സഭകളെ, അനവധി ദുരുപദേശന്മാരെ, കൾട്ടുകളെ നമുക്ക് കാണാൻ കഴിയും. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ഒരേ ഒരു വ്യക്തി യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ ഇന്ന് എവിടെയും വിളിച്ചു പറയുവാൻ യേശു മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ. മറ്റാരും മരിച്ച സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടില്ല. പഴയ നിയമ വിശുദ്ധന്മാരെ പറയും ഹാനോക്ക് മരണം കാണുന്നത് എടുക്കപ്പെട്ടു, മോശ മരിച്ചു, ഏലിയാവ് ചുഴലിക്കാറ്റെടുക്കും. ഇങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. മോശ അടക്കിയ സ്ഥലം എവിടാന്ന് അറിയില്ല. ഹാനോക്കിന്റെ മരണം കാണാൻ എടുക്കപ്പെട്ടു, ഏലിയാവ് ചുഴലിക്കാറ്റെടുക്കും. ഇതൊക്കെയാണ് വചനം വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചു. അവർ വീണ്ടും മരിച്ച കല്ലറയിൽ ഇന്നും നിദ്ര കൊള്ളുകയാണ്. യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയടക്കം അപ്പോസ്തലന്മാരെല്ലാവരും മരിച്ച് അല്ലെങ്കിൽ കല്ലറയിൽ നിദ്ര കൊള്ളുന്നു. അവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പലരും പറയുന്നത് മറിയ ഉയർത്തിന് സ്വർഗാരോഹണം ചെയ്യും. വ്യാജമാണ്. ആലിയ അത് ദൈവികതമേയല്ല. ഒരു ബൈബിളിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് സഭയുടെ ചില തത്വങ്ങളും സഭയുടെ ചില മാതൃകകളും സഭാപിതാക്കന്മാർ കൊണ്ടുവന്ന ചില ഉപദേശങ്ങളുമാണ്. പല ഉയർത്തിന് സ്വർഗാരോഹണം ചെയ്തെന്ന് പലരും പറയുന്നു. യേശുക്രിസ്തു വന്നു പോയി എന്ന് അത് മറ്റൊരു കൾട്ടാണ്. അങ്ങനെ ഒരുപാട് ദുരുപദേശങ്ങൾ ഭൂമിയിൽ പെരുകുമ്പോഴാണ് അല്ലെങ്കിൽ അനവധി ദൈവമക്കൾ പാപ സ്വഭാവത്തിനും അടിമത്തത്തിനും വ്യാജ ഉപദേശത്തിനും വീണുകൊണ്ടിരിക്കുമ്പോൾ പലരും ഭൂതാത്മാക്കളാൽ നിറയപ്പെട്ട് ഉപദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയാണ് മരിച്ചവരിൽ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മാത്രം, അവൻ മാത്രമേ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. എന്നാൽ ഈ പുതിയ നിയമസഭയ്ക്കകത്ത് ആദാം മുഖാന്തരം ഉണ്ടായ പാപത്തിന് പരിഹാരം വീഴ്ത്തുവാൻ പഴയ നിയമ യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കഴിയാതിരുന്നപ്പോൾ, ഇവിടുത്തെ പ്രമാണങ്ങൾക്കൊന്നും കഴിയാതിരുന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു തന്നെ 33 ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷയ്ക്കായി ഇറങ്ങി തന്റെ ശുശ്രൂഷയിൽ അനേകർക്കും നിത്യജീവനെ പകർന്നു കൊടുത്തു. അനവധി രോഗികളെ സൗഖ്യമാക്കി, അനവധി ഭൂതബാധനെ വിടുവിച്ചു, കുട്ടന്മാർക്ക് കാഴ്ച കൊടുത്ത് ജിഗടന്മാർക്ക് ഇകൾക്കുമാറാക്കി, ഓമരും എതിരുമായി തന്റെ അരിക്കൽ കൊണ്ടുവന്നവരെ എല്ലാം സൗഖ്യമാക്കി, താൻ തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആദാമ്യ
പാപമുഖാന്തരം പാപമരണത്തിൽ ജീവിച്ച ഒരു വലിയ കൂട്ട ജനത്തിന് കർത്താവ് നിത്യജീവൻ നൽകി. ആ അനുഭവത്തിലൂടെ നാം ഈ കാലഘട്ടത്തിൽ പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആദാമിൽ നാം മരിക്കുന്ന പോലെ ആദാമിന്റെ പാപത്തിൽ മരിച്ചു പോകാതെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലേറിയ അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ച് നാം ദൈവസഭയുടെ പ്രമാണത്തിന് അടിസ്ഥാനമായി നിൽക്കുമ്പോഴാണ്, അതിനുള്ള യോഗ്യതയിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകളാണ്, ലോകത്തിന് മുമ്പിൽ എവിടെയും തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുവാൻ കഴിയണം നമുക്ക്. അങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ മരണം നീങ്ങിപ്പോകും. അമേലരിയ നമുക്ക് ജയം പ്രാപിക്കാൻ പറ്റും. മരണം നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് നമ്മൾ മരിക്കുകയില്ലെന്നല്ല, നമ്മൾ മരിക്കും. നമ്മൾ ജഡം ജീവിക്കുന്ന പോലെ ജഡത്തിൽ മരിക്കണം. പക്ഷെ നമ്മുടെ ആത്മാവിനും മരണമില്ല. ആത്മാവ് മരിക്കാതെ അല്ലരിയ അത് നിത്യതയിൽ എത്തിച്ചേരുമെന്ന്. എന്നാൽ ഒരു പാപി മരിച്ചാൽ അവന്റെ ആത്മാവ് നരകത്തിൽ എത്തിച്ചേരും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം നീങ്ങിപ്പോകണമെങ്കിൽ നിന്നെ തളർത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന, നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുഷ്ട ശക്തികളുടെ കയ്യിൽ നീ ജയം പ്രാപിക്കണം. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ ജയിക്കണം. അല്ലേറിയ പാപത്തെ ജയിക്കണം, വ്യാധിയെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, പ്രകൃതിയെ ജയിക്കണം, പിശാചിനെ ജയിക്കണം, മരണത്തെ ജയിക്കണം. 6 കാര്യങ്ങളായി അല്ലേ? ഞാനത് കഴിഞ്ഞ ദിവസം വിട്ട് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ മരണത്തെ ജയിക്കണം. ഈ ഭൂമി നിങ്ങൾക്ക് കിട്ടിക്കാൻ താൽക്കാലിക ജീവിതമാണ്. അല്ലേറിയ അത് 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് അല്ലേറിയ അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന മോശ 90 സംഘത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലേറിയ അതിന്റെ 10-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കെതിരെ ഇവിടെ നമ്മൾ താൽക്കാലിക ജീവിതമാണ്. ഇവിടെ നമ്മൾ സ്ഥിരമല്ല. ഈ കൂടാരം ഒഴിഞ്ഞു പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞാൻ നിങ്ങൾ വസിക്കുമ്പോൾ ആദാമിനാൽ സംഭവിച്ച പാപത്തിനെതിരമായി മരണ ശരീരത്തിൽ പാപത്താൻ മരിച്ച ശരീരത്തിൽ നിന്ന് ജീവിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചതിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി അല്ലൊരു നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി നീ കാത്തിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുമ്പോഴോ നേരം പുലർച്ചയോ വരുമെന്നാണ് മർക്കോസ് വിശേഷം വായിക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല അവൻ കള്ളനെ പോലെ വരും. ആ നൊടി നേരത്ത് വരും, കണ്ണിവെക്കുന്നില്ല. അപ്പൊ ഏത് സമയമാണെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഒരുക്കമുള്ളവരായി നമ്മൾ ഇരിക്കണമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒടുക്കത്തെ മരണം നീങ്ങി അല്ലേലൂയ നമ്മൾ കർത്താവിനോട് ജയോത്സവത്തോട് ജയാളിയായി ജീവിക്കണം. അല്ലേലൂയ. അപ്പൊ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അല്ലേലൂയ. മരണവും പാതാളവും സ്ഥാനം പിടിച്ചിരിക്കുന്നത് സാത്താന്റെ അല്ലേലൂയ കൂലിപ്പട്ടാളത്തിലാണ്. അല്ലേലൂയ. മരണവും അല്ലേലൂയ പാതാളവും സ്ഥാനം പിടിച്ചിരിക്കുന്നത് സാത്താന്റെ കൂലിപ്പട്ടാളമാണ്. അല്ലേലൂയ. കൂലിപ്പട്ടാളത്തിലാണ്. മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായി മരണം മാനവരാശിയെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ മനുഷ്യന്റെ പാപം, അവയിൽ സംഭവിച്ച പാപം അത് ആദാമിലേക്ക് പ്രവേശിക്കുന്നു. ആദാം മുഖാന്തരം എന്ത് ചെയ്തു? സകല മനുഷ്യരും പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഈ ഭൂമി ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും പാപത്തിലാണ്. അകൃത്യത്തിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി എന്നാണ് സംഗീതത്തിൽ 51 വായിക്കുന്നത്. അതുകൊണ്ട് ആരും നീതിമാന്മാരല്ല. നീതിമാന്മാരും നടിക്കുന്നവരും നീതിമാനാണെന്ന് പറയുന്നവരും എന്നിൽ പാപമില്ല എന്ന് പറയുന്നവനും അവൻ കള്ളനാണ്, കൊലപാതകനാണെന്നാണ് 1 യോഹന്നാനിൽ ലേഖനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സകല മനുഷ്യരും പാപികളാണ്. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, എല്ലാം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് 14-ാം സംഗീതം 53-ാം സംഗീതമൊക്കെ വായിച്ചാൽ വീണ്ടും ഇതൊക്കെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ വചനമൊക്കെ ദൈവം നമുക്ക് നൽകി തരുന്നത് ഈ പാപലോകത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒടുക്കത്തെ ശത്രുവായ മരണം എന്നിൽ നിങ്ങളെ വാഴാതിരിക്കുവാൻ, ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം എന്നിൽ നിങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായിട്ട് വരണം. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഇവിടുത്തെ ജീവിതമല്ല പ്രാധാന്യം. ഇവിടെ താൽക്കാലികമാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ സുഖലോലുപമായി ജീവിക്കുവാൻ, ഇവിടെ ആഡംബരമായി ജീവിക്കുവാൻ, ഇവിടെ അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ തല മുനിക്കാതെ ജീവിക്കുവാൻ, ഇവിടെ നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കുവാൻ ഈ ഭൂമിയിലൊക്കെ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾ പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം നീങ്ങിപ്പോകണമെങ്കിൽ, മരിച്ചവരിൽ നാധിപരമായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. പ്രൈസലോ. അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച പോരാ,
നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ദിനംതോറും മാനസാന്തരപ്പെടണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പാപങ്ങളും വരും. കാരണം ഈ ഭൂമിയിലെ എല്ലാ പ്രൊഡക്റ്റുകളും പാപത്തിന് അധീനമായതാണ്. എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം പാപത്തിന്റെ പരിണിത ഫലമാണ്. ഹല്ലേലൂയ. മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മൊബൈലിൽ കാണുന്ന ഗെയിമുകൾ. ഹല്ലേലൂയ. സാത്താൻ പലവിധമായ ഗെയിമുകൾ മൊബൈലിനകത്ത് കൊണ്ടുവന്ന് നമ്മുടെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു പറയുന്ന ദൈവമക്കൾ പോലും തങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഇട്ട് കൊടുത്ത് അവരെ ഗെയിം പഠിപ്പിച്ചുകൊണ്ട് ഗെയിം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞ സാത്താന്റെ തന്ത്രമാകട്ടോ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നുമില്ല, ഞാൻ ആരെയും പേടിക്കത്തില്ല. എനിക്ക് പേടിക്കേണ്ട കാര്യം ഇതൊക്കെ സത്യമായിട്ട് വിളിച്ചു പറയും. നീ മൊബൈലിലൂടെ നിന്റെ മക്കളെ തകർക്കാൻ ഗെയിം അതവരെ പാപത്തിലേക്ക് തള്ളിവിടുന്നതിനെ മയക്കുവിന്റെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നു. ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം അവന്റെ ജീവിതത്തിന് വാഴുന്ന അവസാനം. ഗെയിം കണ്ട് മടുത്ത്, ഗെയിം കണ്ട് നിരാശപ്പെട്ട്, ഗെയിം കണ്ട് തളർന്ന് എത്രയോ ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആത്മഹത്യ ചെയ്തത്. ഗെയിം കണ്ട് ആത്മഹത്യ ചെയ്ത് എത്ര പേരുടെ. അപ്പൊ ഇതെല്ലാം എന്താണ്? സാത്താന്യമാണ്. മൊബൈലിലെ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ 99.9% പാപത്തിനധീനമായതാണ്. അത് ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈലിനകത്ത് ഗെയിം കാണുമ്പോൾ മൊബൈൽ അവർ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ മാതാപിതാക്കളെ. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർക്ക് മാനസാന്തരപ്പെടണം. പ്രൈസറോ. നമ്മൾ ഗെയിമൊന്നും നമ്മൾ കളിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ പഠിക്കും. നിങ്ങളുടെ മക്കളെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുക. യേശുവിനെ കുറിച്ച് പഠിച്ച് പഠിപ്പിക്കുക. നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, അവൻ ഈ ഭൂമി ജീവിക്കേണ്ട ക്രമീകരണമായ ജീവിത സാഹചര്യം എന്താണെന്ന് നിന്റെ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുക. അവൻ നന്നായിട്ട് വളരും. പ്രൈസറോ. ഇല്ലെങ്കിൽ അവൻ പിന്നെ അവസാനം മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിപ്പെട്ട് തല്ലും വെട്ടും കുത്തും രാഷ്ട്രീയമായിട്ട് നീ പറഞ്ഞതനുസരിക്കാതെ അവൻ തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. ഇല്ല, അങ്ങനെയല്ലേ നടക്കുന്നത്? അല്ല, നിങ്ങൾ പറ. ഞാൻ ഈ ഭൂമി ജീവിക്കുന്നവരാണല്ലോ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണ്. ഞാൻ 10-25 വർഷം അടിച്ചു പൊളിച്ച് രാഷ്ട്രീയത്തിലൊക്കെ ആയിട്ട് നടന്ന് മദ്യമൊക്കെ അടിച്ച് നടന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് പറയുന്നു ഇത്ര ചങ്കൂറ്റത്തോടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നീ വീണ്ടെടുപ്പ് പ്രാപിക്കണം. പ്രൈസ്. അപ്പൊ ഇവിടെ ആദ്യഫലത്തിന് ആദ്യ വിളവ് എന്ന് പറയാം. ഹല്ലേലൂയ. കൊയ്ത്തിന് ആദ്യത്തെ ഘട്ട ശബത്തിന്റെ പിറ്റേ ദിവസം പുരോഹിതൻ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നീരാജനം ചെയ്യുന്ന ഉയർത്തി കാണിക്കുന്ന ക്രിസ്തു ആദ്യപരമായി ഉയർത്തുന്നതിന്റെ നിഴലാണ് പഴയ നിയമത്തിലെ ആ ശുശ്രൂഷകളൊക്കെ എന്ന് പറയുന്നത്. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥലച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമി എന്റെ അരികിലേക്ക് ചേർക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ എന്റെ അരികിൽ ചേർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇടമായി എന്റെ വലത്തുഭാഗം നിങ്ങൾക്ക് ഞാൻ വിശാലമായി സീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇരിക്കുന്നത് പിതാവിന്റെ വലത്തുഭാഗത്ത്, യേശു ഇരിക്കുന്ന യേശുവിന്റെ വലത്തുഭാഗത്ത്, വിശുദ്ധന്മാരിയ്ക്കുന്നത്. അങ്ങനെ നിരയായിട്ട് നമുക്കിരിക്കാൻ സ്വർഗത്തിൽ പർദീസയിൽ നമുക്ക് സീറ്റ് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ജീവിക്കാതെ മരണത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരം. അല്ലാതെ ഈ മൊബൈലിനകത്ത് തൊട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു 10-20-15 വർഷമൊക്കെ അല്ലേ ആയുള്ളൂ ഈ പരിപാടി തുടങ്ങി, മൊബൈലിൽ തൊട്ടി കളി തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ അതിന് മുമ്പ് തോന്നും ഇല്ലായിരുന്നല്ലോ. അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, എന്നാൽ യേശു തന്റെ ജീവിതത്തിൽ പിതാവിന്റെ ഹിതം പ്രവർത്തിച്ചതിനാൽ മരണത്തെ ജയിച്ചു. യേശു ഹല്ലേലൂയ പിതാവിന്റെ ഹിതം നിവർത്തിച്ചു. പിതാവ് എന്തിനാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ചത്? ആ അയച്ച അയപ്പിനെ കുറിച്ച്, ആ ദൗത്യത്തെ കുറിച്ച് യേശുവിന് നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ പാപത്തിന് അധീനമായി ശരീരത്തിൽ വസിക്കുന്ന ജനങ്ങളിടയിൽ യേശു തന്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ തന്റെ ഉള്ളിലേക്ക് പാപം പ്രവേശിച്ചില്ല. താൻ പാപത്തിൽ വീടില്ല. ഒരു പാപിയുടെ കൂട്ടാളിയായി മാറുകയില്ല. യേശു ക്രിസ്തുവിനെ പാപം ചെയ്യാതിരുന്നിട്ടും കുറ്റം ചെയ്യാതിരുന്നിട്ടും അവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവനെ കുലപാതകൻ എന്തിന് ചതിയനെന്ന് വിളിച്ച് ബേൽസെബൂലുണ്ടെന്നൊക്കെ പറഞ്ഞ് ബെറോബാസിന്റെ ക്രൂശ് മരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് കൊടുത്തു. ഹല്ലേലൂയ. യേശു അങ്ങനെ കാൽവറി ക്രൂശിൽ കാര്യരും പാടുകളാൽ നമുക്ക് വേണ്ടി തറയപ്പെട്ട് മുൾക്കിനിയുടെ ധാരിയായി കണ്ടാൽ ആളല്ല എന്ന്
തോന്നുമാറുണ്ട്. ശരീരം മുഴുവചാല് പോലെ ചാട്ടവാറുകൾ കൊണ്ട് പടയാളികൾ ഞടിച്ച് പുറയിൽപ്പിച്ച് രക്തം താരധാരയായി ഒഴുകി. ഹല്ലേലൂയ. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, യേശു കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആമേൻ. തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരേ, എന്നെ ചൊല്ലി കരയുന്ന നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുന്നതേ. യേശു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പറഞ്ഞിട്ട് ക്രൂശിൽ കിടക്കുന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. രണ്ട് കള്ളന്മാര് അടുത്തും വലത്തും. ഒരുവൻ യേശുവിനെ ദൂഷിച്ചു, മറ്റവൻ പറഞ്ഞു, പിതാവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ആ ക്ഷണത്തിൽ യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. അത് കർത്താവിന്റെ ശുശ്രൂഷ എത്ര മഹനീയമാ. അങ്ങനെ യേശു പ്രാണനെ വിട്ടു, ഹല്ലേലൂയ, തലചായിച്ചു. ആമേൻ. യേശുവിന്റെ ഉടൽ ഹല്ലേലൂയ കാമി കുരിശിൽ നിറക്കി. അരിമത്തിക്കാനായിരിക്കുന്ന യോസേപ്പ് നിക്കോദിമോസും കൂടെ ആമേൻ അരിമത്തിക്കാനായിരിക്കും യോസേപ്പിന്റെ കല്ലറയിൽ ആരംഭിച്ചിട്ടില്ലാതെ പുതിയ കല്ലറ യേശു ക്രിസ്തുവിനെ സുഗന്ധവർഗ്ഗങ്ങൾ പൂശി അവരെ കല്ലറയിലടക്കി. ഹല്ലേലൂയ. അവൻ പറഞ്ഞതിന് മുമ്പ് നിങ്ങളെന്നെ കൊല്ലും, ഞാൻ എന്നെ അടക്കും, ഞാൻ മൂന്നാം നാൾ ഉയർത്തി നിൽക്കുന്ന ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ അത് അല്ലെങ്കിൽ സൈനാധിപന്റെ അയച്ചു. സൈനാധിപൻ ഇഷ്ടം പോലെ കാവൽക്കാരെ കൊടുത്ത് കല്ലറ കാവൽ ചെയ്തു, റോമൻ മുദ്ര വെച്ചു. പക്ഷേ മൂന്നാം നാൾ ഹല്ലേലൂയ യേശു അതിശക്തമായി അല്ലെങ്കിൽ കല്ലറ ഭേദിച്ച് പുറത്തു വന്ന് ആമി സ്തോത്രം 40 നാളുകളോളം ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായി 40 നാൾ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. എന്നും ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരുന്നിട്ട് പറയാണ്, ഒടുക്കത്തെ ശത്രുവാൻ മരണം യേശുവിനെ വിട്ടുപോയി. കണ്ടോ, മരണത്തെ യേശു ജയിച്ചു. അപ്പൊ ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം യേശുവിനെ വിട്ട് നീങ്ങിപ്പോയി. ഇത് തന്നെയാണ് വീണ്ടെടുക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം നീങ്ങി നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കണമെങ്കിൽ, മരിച്ചെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കണമെങ്കിൽ, ഹല്ലേലൂയ, അല്ല നമ്മുടെ ജീവനോടെ ഇരിക്കാൻ രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ ക്രിസ്തുവിനെ അനുഗമിക്കണം, രക്തം ചെയ്യണം. ഇത് വിശുദ്ധ വചനമാകട്ടോ. അല്ല ഇതിവിടെ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി അടിച്ചുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടും അങ്ങ് വിദേശ രാജ്യത്തേക്കുള്ള ഓട്ടവും കണ്ണും ഒക്കെ വെച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ഈ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്നേ. നമുക്കൊരു സമാധാനം ഉണ്ട്. ഇവിടെ ഒന്നുമില്ല, അങ്ങൊന്ന് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ടെങ്കിൽ ഏറ്റവും തൃപ്തിയാ. ഹല്ലേലൂയ. ഞാനിതൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചുകൂടി ജീവിക്കുന്നവരേ അല്ല. അല്ലെങ്കിൽ ഞാനൊരു ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം കഴിക്കാൻ നമ്മൾ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കാറില്ല. അത് തന്നെ സത്യാവസ്ഥ പറയണമല്ലോ. എന്നും റേഷനരി കഞ്ഞിയാണ് കുടിക്കുന്നത്, എന്നും റേഷനരി കഞ്ഞി. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെറുപ്പകാലം തൊട്ട്, ജനിച്ച കാലം തൊട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് റേഷനരി മേടിച്ച് ഞങ്ങൾ പണ്ട് തൊട്ട കഞ്ഞി. ഇപ്പോൾ 19 വയസ്സായി. ഇന്ന് ഞങ്ങൾ റേഷനരി, ഞങ്ങൾക്ക് മടിയൊന്നുമില്ല ഇത് പറയാൻ. കാരണം ഞങ്ങൾ കൊടുക്കത്തെ ശത്രു വഹിക്കുന്ന മരണം നീങ്ങിയുടെ കർത്താവ് യേശുക്കളുടെ മധ്യാകാശ വരവെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രൂപാന്തരപ്പെടാതെ, അഥവാ ഞാൻ മരിച്ചടക്കപ്പെട്ട എനിക്ക് ഉയർത്തെഴുന്നേക്കണം. അതുകൊണ്ട് ഞാൻ യേശുവിനെ അനുഗമിക്കുക. നിങ്ങൾക്ക് അതിനൊക്കെ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ പച്ചയായ സ്വഭാവത്തെ വിളിച്ചു പറയാൻ കഴിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ പാപമില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയായ രീതിയിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റും. അല്ല, നിങ്ങൾ പാപത്തിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ലജ്ജിതനായി മാറും. ഹല്ലേലൂയ. വേദപുസ്തകത്താണ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതനായവരുടെ മുഖവും ലജ്ജിച്ചു പോയതില്ല എന്നല്ലേ സങ്കീർത്തനം 34 പറയുന്നത്. അവങ്കിലേക്ക് നോക്കി ആരെങ്കിലേക്ക് യേശു ക്രിസ്തുവിലേക്ക് നോക്കിയവർ. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നോക്കരുത്, രാഷ്ട്രീയക്കാരിലേക്ക് നോക്കരുത്, മതങ്ങളിലേക്ക് നോക്കരുത്, പ്രമാണികളിലേക്ക് നോക്കരുത്, വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കരുത്. അവങ്കിലേക്ക് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് നീ നോക്കണം. യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ ലജ്ജിതരായി പോവുകയില്ല. ദാവീദ് ഇത് പറയാൻ കാരണം, ദാവീദിന്റെ സഹോദരന്മാർ 7 പേര് വീട്ടിനകത്തുണ്ട്. അപ്പനായി ഇശായിയുണ്ട്, ഭാര്യയുണ്ട്. ആ വീട്ടിനകത്ത് സഹോദരന്മാർ 7 പേരും ഹല്ലേലൂയ നന്നായിട്ട് ജീവിക്കുമ്പോൾ, കുടുംബ സന്തോഷം അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ ഇളയ മകനായിരിക്കുന്ന ദാവീദിനെ ആടുകളുമായി തീറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളൊക്കെ ദാവീദ് ദൈവത്തിന് ഒരുപാട് സ്തുതിഗീതങ്ങൾ പാടിയിട്ടുണ്ട്. ദാവീദിന്റെ ഒരു സംഗീതത്തിനാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ ഭക്തൻ പറഞ്ഞതാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അത് നിനക്കത് പറയാൻ കഴിയുമോ സഹോദര സഹോദരി? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി നിനക്ക് പറയാൻ കഴിയും? എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് സഹോദര സഹോദരി, നീ ആരെയാണ് നോക്കുന്നത്? ആരെയാണ് നോക്കുന്നത്? നിനക്ക് ഇന്നും പ്രകാശിക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ ജീവിതം കട്ടപ്പുകയല്ലേ, കഷ്ടകാലമല്ലേ, വേദനയല്ലേ, ദുഃഖമല്ലേ, സങ്കടമല്ലേ, കണ്ണുനീരല്ലേ? ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ മുമ്പോട്ട് പോകാൻ കഴിയാതെ എല്ലാ വഴികളും ഇതിനു മുമ്പിൽ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ, സാഹചര്യത്തിന് മുമ്പിൽ ചെങ്കൽ തടസ്സമായതുപോലെ, യോർദാൻ തടസ്സമായി, എരികോൽ തടസ്സമായതുപോലെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലവിധമായി തടസ്സം വന്ന് നിൽക്കുമ്പോൾ ആ തടസ്സങ്ങളെ മാറ്റാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ വരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും.
എസ്കൽ 18:20. പാപം ചെയ്യുന്ന ദൈവം മരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ആമേ കർത്താവ് എന്ത് ചെയ്തു? ഒടുക്കത്തെ ശത്രുവായിട്ട് ഹല്ലേലൂയ മരണം നീങ്ങിപ്പോകുന്നു പറയുക. അപ്പൊ യേശു മരണത്തെ ജയിച്ചു. തന്റെ ഹല്ലേലൂയ കാൽവരി ക്രൂശ് മരണത്തിലൂടെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ജയിച്ച് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും ആമേ കണ്ണുനീർ ഹല്ലേലൂയ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. അല്ലേ? ഇത് വായിക്കുമ്പോൾ വെളിപ്പാട് ദിവസം 21 കൊണ്ടൊന്ന് വായിക്കണം കേട്ടോ. 24 ആദ്യം കണ്ണുനീരെല്ലാം തോന്നിക്കളയണം. അപ്പൊ ഇവിടെ പ്രവാചകൻ പറഞ്ഞ ദൈവത്തിന്റെ വചനം കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറി. പിന്നീട് ഈ ഭൂമിയിൽ നമ്മൾ ആ വചനത്തെ അനുസരിക്കണം. എന്താണ്? അല്ലെങ്കിൽ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുമെന്ന്. ഹല്ലേലൂയ. യഹോവയായ കർത്താവ് സകല മുകളിലും കണ്ണുനീരെല്ലാം തുടച്ചു കളയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അത് മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ പേരെന്താണ്? യേശു എന്നാണ്. നിങ്ങൾക്ക് നിന്റെ സൃഷ്ടാവിന്റെ രക്ഷിതാവിന്റെ പേര് യേശു എന്ന് പറയാൻ നീ ലജ്ജിക്കരുത് കേട്ടോ. ലോകമേ, നിന്നോട് ഞാൻ പറയട്ടെ, ലോകക്കാരോട് പറയട്ടെ, സ്നേഹിത, എന്നെ കേൾക്കുന്ന സുഹൃത്തെ പറയട്ടെ, യേശുവാണ് നിന്റെ രക്ഷകനെന്ന് പറയുവാൻ നീ ചങ്കൂറ്റമില്ലാതെ നാക്കുളുക്കാതെ പറയാൻ കഴിയണം. എനിക്ക് എവിടെയും വിളിച്ചു പറയാൻ കഴിയും, എന്റെ രക്ഷിതാവ് യേശുവാണ്, എന്റെ സൃഷ്ടം യേശുവാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ യേശുവാണ്, എന്നെ വീണ്ടെടുത്തവൻ യേശുവാണ്, ഒടുക്കത്തെ ശത്രുവായി മരണം നീക്കി ജയം വരിക്കുവാൻ എനിക്ക് ഉപദേശം തന്നത് യേശുവാണ്, എന്നെ നടത്തുന്ന യേശുവാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ നിത്യതയിൽ എന്റെ കർത്താവിലൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ചാക്കൂറ്റത്തോടെ പറയാൻ കഴിഞ്ഞ് ഞാനിത് വിളിച്ചു പറഞ്ഞ കാരണം ഒടുക്കത്തെ ശത്രുവായ മരണത്തെ ജയിപ്പാൻ എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആദാമിൽ നാം മരിക്കുക. ഹല്ലേലൂയ. ആദാമിൽ മരിക്കുന്നവൻ ഒരിക്കലും നിത്യതയിലെത്തത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ നിത്യതയിലെത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കുടുംബത്തിനകത്ത് ബന്ധനമല്ലേ, കെട്ടുകളല്ലേ, ഇരുട്ടല്ലേ, ഇരുട്ടിലെ പോരുകളല്ലേ, പോരാട്ടങ്ങളല്ലേ, കണ്ണുനീരിലെ ദുഃഖമല്ലേ, കുടുംബത്തിനകത്ത് അസമാധാനമല്ലേ, സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്, മദ്യപാനം കൊണ്ട്, മയക്കും ലഹരി പദാർത്ഥം കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭർത്താവും ഭാര്യയും നിന്റെ മക്കളും എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ, തമ്മിലടിച്ച് കലഹിച്ച് സഹോദരന്മാർക്ക് ഒത്തൊരുമിച്ച് വസിക്കാൻ കഴിയാതെ കലകപ്പെട്ടു ഹല്ലേലൂയ. അയൽവാസികൾക്ക് ശത്രുത പുലർത്തി, സഭയ്ക്കകത്ത് ശത്രുതയുണ്ടാക്കി, ദേശത്ത് സമൂഹത്തിലും അധികാരികൾക്ക് പോലും നീ ഒരു തലവേദനയായി മാറുമ്പോൾ നിന്റെ ജഡത്തിൽ വസിക്കുന്ന പാപത്തെ നീ നീക്കിക്കളയണം. നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപത്തെ നീക്കിക്കളയണമെന്ന് രക്തം ചെയ്യും. പ്രൈസറോ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ പറയട്ടെ, ഒടുക്കത്തെ ശത്രുവായിക്കുന്ന മരണം എന്നെ പണ്ടേ പിടിച്ചതാ. ഹല്ലേലൂയ. ആ മരണം എന്നെ പിടിച്ച് എന്നെ കണ്ട് വിഷം കുടിപ്പിച്ചു, എന്നെ കണ്ട് ആറിനെ കഴുത്തി കയറിയിരിപ്പിച്ചു, ആ കൈകൊണ്ട് കേട്ടോ എരിപ്പിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി, അരുവിച്ചാടി, ഹല്ലേലൂയ. അങ്ങനെ വിവിധ തരത്തിൽ മദ്യപിച്ച് വെളിവില്ലാതെ ബോധം കെട്ട് മരിച്ചവനെ പോലെ വെടിവെടിയിൽ തള്ളിക്കളഞ്ഞ് പലരും എന്നിട്ട് കല്ലൊക്കെ പറക്കി വെച്ച് ചുറ്റിനും വണ്ടി കയറാമെന്ന് വെച്ചിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആ ഒടുക്കത്തെ മരണമായിരിക്കുന്ന ശത്രുവിലെ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞവൻ യേശുവാകട്ടോ. പാതാമിൽ മരിച്ചുപോയി, ആദാമുകാന്റെ പാപത്തിൽ മരിച്ചുപോയി എന്നെ വീണ്ടെടുത്തത് എന്റെ കർത്താവാണ്. പ്രൈസറോ. അതുകൊണ്ട് ഈ കർത്താവിന് ഇത്രയും സ്നേഹത്തോടെ പ്രസംഗിക്കുന്നത് കേട്ടോ. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാതുകൊണ്ട് ലജ്ജ കൂടാതെ എവിടെ നിന്ന് വിളിച്ചു പറയും. ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ടേ, ആരുടെയും അല്ലെങ്കിൽ കയ്യടിയൊന്നും വേണ്ട. ആര് കയ്യടിച്ചും ആരും ഇല്ലെങ്കിലും തന്നെയാണെന്ന് പറഞ്ഞാലും ഇത് നിന്ന് വിളിച്ചു പറഞ്ഞ എന്താ പറയോ, ഒടുക്കത്തെ മരണമായിരിക്കുന്ന ഒടുക്കത്തെ ശത്രു മരണം നീങ്ങി ജയം വരിച്ച് എന്റെ കർത്താവിന്റെ വരവിലൂടെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. യേശു മരണത്തെ ജയിച്ചു. നിങ്ങൾ ജയിക്കണം. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, സഹോദര, സഹോദരി, യുവതി, യുവാവ്, കൗമാരക്കാരോട് പറയട്ടെ, ബാലിക്കാരോട് പറയട്ടെ, നീ മരണത്തെ ജയിക്കണം. ഈ ഭൂമിയിലെ ഇഷ്ടത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഇതെല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമ്മുടെ ജനത്തെ കാണണമെങ്കിൽ പാപത്തിന്റെ പ്രവൃത്തി എവിടെ നടക്കുന്നു അവിടെ പോയാൽ മതി. ജനത്തെ കാണണമെങ്കിൽ എല്ലാവരും അധാർമ്മികതയിൽ അശുദ്ധിയിലും പെരുകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ തന്നെ മറക്കുന്നു. അപ്പനെ മറക്കുന്ന മക്കൾ, അമ്മയെ മറക്കുന്ന മക്കൾ, മക്കളെ മറക്കുന്ന അപ്പന്മാർ, തമ്മിലടിച്ച് വെട്ടി മരിക്കുന്ന രക്തപ്പുഴ, രക്തച്ചൊരിച്ചിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകം
കേരളത്തിലാകട്ടെ, ഭാരതത്തിൽ ലോക രാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയക്കാരും മതങ്ങളും തമ്മിലടിച്ച് കലഹിച്ച് രക്തം ചുരിച്ച് നടക്കുക. കുടുംബങ്ങൾക്കകത്ത് എന്തെല്ലാം തീരാ നഷ്ടങ്ങൾ, അതിക്രമം പെരുകുന്നു, അസമാധാനം പെരുകുന്നു. ഇപ്പൊ നമ്മുടെ ഡൽഹിയുടെ സ്ഥിതി കണ്ടില്ലേ? എന്താ ഇപ്പൊ ഡൽഹി നടക്കുന്നത്? ഹല്ലേലൂയ. ലോക രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത്? സ്വതന്ത്രം. എന്നെ കേൾക്കുന്നവർ ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണം മനുഷ്യന്റെ മേൽ വാഴുന്നിടത്തോളം കാലം ആമീൻ നിനക്ക് നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ജീവിതത്തിനകത്തും നീ നിൽക്കുന്ന സമൂഹത്തും ജോലി സ്ഥലത്തും ആമീൻ നീ നിൽക്കുന്ന മേലിൽ നീ താമസിക്കുന്ന രാജ്യത്തിനകത്തും കൂടി സമാധാനം ഉണ്ടാകത്തില്ല. ഒടുക്കത്തെ ശത്രുവിന് മരണം നിന്നെ കൊണ്ട് പാപം ജയിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വിഷമുള്ള വില വലുതാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുക. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ വല്ലപ്പോഴും ഒന്ന് വായിക്കണം കേട്ടോ. നിങ്ങൾ വേദപുസ്തകമേ വല്ലപ്പോഴും ഒന്ന് വായിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ആവർത്തിച്ചങ്ങ് വായിക്കണം. തുടർമാനമായിട്ട് അതൊരു മടിയായിട്ട് കാണരുത്. ഈ മൊബൈലിൽ നിന്ന് കുത്തി തുടർന്ന സമയം മതിയില്ല. ഡെയിലി ഒരു പഴയ നിയമത്തിൽ നിന്ന് ഒരു 2-3 അധ്യായങ്ങൾ, പുതിയ നിയമത്തിൽ 2-3 അധ്യായം, കാവ്യ പുസ്തകത്തിൽ നിന്ന് 2-3 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് അങ്ങനെ നിങ്ങൾ ഒരു മണിക്കൂർ ദിവസം ബൈബിൾ വായിക്കാൻ മാറ്റി. 1 മണിക്കൂർ കൊണ്ട് പഴയ നിയമത്തിനും പുതിയ നിയമത്തിന് കുറെ അധ്യായങ്ങൾ വായിച്ച് ആവർത്തി ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കും 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ മാറ്റി. എന്റെ ഏരിയ അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അത് നിന്റെ രക്ഷയിലേക്ക് നടത്തും. അപ്പൊ യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുകയാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അപ്പൻ അല്ലിയ ആമീൻ അല്ലിയ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടതയെ അവന്റെ മേലും ഇരിക്കും. അല്ലേ? ഇത് നമ്മൾ പാപം ചെയ്യാതെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മാനസാന്തരയുടെ നിത്യയുടെ അവകാശികളായി മാറുമ്പോൾ മകൻ അപ്പന്റെ അല്ലെങ്കിൽ അകൃത്യം വഹിക്കേണ്ടതാണ്. പിതാക്കന്മാർ ചെയ്തു വെച്ച് വഹിക്കേണ്ടതാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് സ്തോത്രം, ദുഷ്ടൻ ആമേ എന്നിട്ട് പറയുകയാണ് സ്തോത്രം, അല്ലെ അകൃത്യം വഹിക്കേണ്ട, അപ്പന്റെ മകൻ വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും, നീതിമാന്റെ നീതി അവന്റെ മേൽ വരും. ദുഷ്ടന്റെ അല്ലേയ എന്നാൽ ദുഷ്ടൻ ചെയ്ത സകല പാപങ്ങൾക്കും അവൻ തിരിച്ചത് അനുഭവിക്കേണ്ടി വരുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതേ, നമ്മൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാലമല്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാരണം നമ്മൾ പൊതു സമൂഹത്തിലേക്ക് എഴുതിയാൽ നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം തരുന്ന, ഹൃദയത്തിനകത്ത് ആഗ്രഹം തരുന്ന, മോഹം തരുന്ന ജഡത്തെ ലൈംഗികമായ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അനവധി ഫ്ലെക്സ് ബോർഡുകളും അനവധി പരസ്യങ്ങളും നമ്മുടെ കണ്ണുകളിൽ ദൃശ്യമായി കൊണ്ടിരിക്കുകയാണ്. മേടിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും പ്രൊഡക്റ്റുകളും നോക്കിയിട്ട് അതിനുമേലെല്ലാം ഓരോ നഗ്ന ചിത്രങ്ങളടക്കം മനുഷ്യനെ നിങ്ങളുടെ കൈകൾ നോക്കുകയും എല്ലായിടത്തും ഇത് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പാപത്തെ വിട്ട് മടങ്ങി വരണം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നിന്നെ നീങ്ങിപ്പോകണമെങ്കിൽ കർത്താവായ യേശു വിശുദ്ധ ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജനങ്ങൾക്ക് ജഡിക ചിന്തകളെ അതിജീവിച്ച് മരണത്തെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിങ്ങളുടെ ചിന്തകളെ നിറയ്ക്കണം. ഹല്ലേലൂയ. മരണത്തെ നീക്കി നിങ്ങൾ ജയജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ വരണം. അതുകൊണ്ട് ഫിലിപ്പിനെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിലേഖനം ഹല്ലേലൂയ സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. എനിക്ക് കേൾക്കുന്ന ക്രിസ്തുവേശുള്ള ഭാവം നമ്മൾ നിറയണമെങ്കിൽ ഹല്ലേലൂയ ഒടുക്കത്തെ ഹല്ലേലൂയ മരണമായിരിക്കുന്ന ആ ഒടുക്കത്തെ ശത്രു മരണം നീങ്ങിപ്പോകണം. ഫിലിപ്പിലേഖനം 2-ന്റെ 5 വായിക്കാം, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അത് ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ മരണത്തിന് തന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇപ്പോഴും നീ മരണത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഒരു ഉയർച്ച കിട്ടാത്തത്, ഒരു നന്മ കിട്ടാത്തത്. നിന്റെ നന്മയെ മുഴുവൻ തടയുന്നത് പിശാചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജഡിക ചിന്തകളെ നിങ്ങൾ നീക്കിക്കളയണം. ജഡിക ചിന്തകളെ നീക്കിക്കളഞ്ഞ് നിങ്ങൾ ആത്മാവിന്റെ ചിന്തയിലേക്ക് വരണം. ജഡത്തിന്റെ ചിന്ത മരണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനം. റോമാലേഖനം 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചേക്കാണ്. ജഡം നമുക്ക് തരുന്ന പാപചിന്തകളെ, ജഡം നമുക്ക് മോഹങ്ങൾ, ആശയങ്ങൾ, ഇച്ഛകളാണ് തരുന്നേ. ജഡം നമുക്ക് പ്രോത്സാഹനം തരും. നീ പാപം ചെയ്തു കുഴപ്പമില്ല, ആരും കാണുന്നില്ല, ആരും കണ്ടില്ല, നീ ഞാനും മാത്രമേ അറിയുള്ളൂ. ഹല്ലേലൂയ. ചിലർ പറയും കേട്ടോ, അയ്യോ നമ്മൾ ചെയ്ത പാപം ആരും അറിയരുത് കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞ ആരോട് പറയും, നീ എന്നോട് പറഞ്ഞ ആരോട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപം ആരും അറിയരുത്, നമ്മൾ മാത്രം. എന്നെ കേൾക്കുന്ന സ്ഥലം നീ ആരോടും പറഞ്ഞില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും നീ ചെയ്ത പാപം സ്വർഗത്തിലെ ദൈവം കാണുകയാണ്.
ഹല്ലേലൂയ. അവന്റെ കണ്ണ് നഗ്നവും മരണമായി കിടക്കുന്ന, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവനുമായിട്ടാകുന്ന കാര്യമുള്ളത് ഇബ്രാഹിം 4:13 പറയുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകലവും നഗ്നവും മരണമായി കിടക്കുന്നതാണ്. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം അവന്റെ ദൃഷ്ടി അവൻ തെളിവ. അതുകൊണ്ട് ആരും കാണാതെ ചെയ്ത പാപത്തിനും, ആരും കാണാതെ ചെയ്ത രഹസ്യ പാപങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എല്ലാം പരസ്യമാകുന്ന ഒരു ദിവസമുണ്ട്. ന്യായം വിധിക്കുവാൻ നിന്നെ കർത്താവ് ന്യായാസനത്തിൽ വന്നിരിക്കുമ്പോൾ, ന്യായസിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ആ വെള്ളസിംഹാസനത്തിരുന്ന് ന്യായം വിധിക്കുമ്പോൾ, നീ ന്യായവിധി അകപ്പെട്ട് ആലിയ ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണത്തിന്റെ അനുഭവത്തിലൂടെ നീ നിത്യ നരകത്തിലേക്ക് പോകാതെ ഭൂമി വിശ്വസന നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് വരും. പഴയ നിയമ വിശുദ്ധന്മാരായ ഹാനോക്കും ഏലിയാവും ദൈവത്തോട് കൂടെ നടന്നു. ദൈവം നിവർത്തിച്ചാലും മരണം കാണാതെ ജീവനോടെ സ്വർഗത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്രകാരം കർത്താവിനോട് നടക്കുന്ന വിശുദ്ധന്മാർ രണ്ടാം വരവിൽ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് വെല്ലുവിളിക്കും പൗലോസിനെ പോലെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യലേഖനം 15-55 വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് ഒരു വെല്ലുവിളി, മരണത്തെ വെല്ലുവിളിക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്നാണ്. നമുക്കിങ്ങനെ മരണത്തെ വെല്ലുവിളിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഞാൻ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15-55. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. പൗലോസ് വെല്ലുവിളിക്കുക മരണത്തെ. നീ മരണത്തെ വെല്ലുവിളിക്കണം സഹോദര. മരണത്തിന് അധീനമായ ശരീരത്തിൽ നീ വസിക്കുമ്പോൾ, മരണത്തിന് അധീനമായ ജീവിതം നയിക്കുമ്പോൾ, ഈ പാപലോകത്ത് ജീവിക്കുമ്പോൾ, നീ പാപം ചെയ്ത് മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ നിത്യജീവനെ പ്രാപിക്കണം. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിത കർത്താവിന് വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതം നരകത്തിന് വിട്ടുകൊടുക്കരുത്. നിനക്കൊരു സ്വസ്ഥത ദൈവം തരും. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും, നിന്റെ കണ്ണുനീർ എത്ര വലുതായിരുന്നാലും, നിന്റെ സങ്കടങ്ങൾ എത്ര വലുതായിരുന്നാലും, നിന്റെ കുടുംബം എത്ര തകർന്നതായിരുന്നാലും, നിരാശയുടെ വക്കിലൂടെ കണ്ണുനീരിന്റെ മരണത്തെയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലും, മരണം നിന്റെ വിലവേശുന്നുണ്ട് എങ്കിൽ പോലും ആ ഒടുക്കത്തെ മരണം നീങ്ങി നീ ജയം ഭരിക്കണം. ഒടുക്കത്തെ ശത്രുവിടെ മരണം നീങ്ങി ക്രിസ്തുവിന്റെ നിശ്ചയം പ്രാപിക്കുന്നു. യേശു മരണത്തെ ജയിച്ചു. കണ്ണുകളുടെ ചാട്ട് ഇന്ന് മരണത്തെ ജയിപ്പാൻ നിന്റെ ജീവിതത്തിലെ പാപകൃത്യ സ്വഭാവങ്ങളെ നീക്കിക്കളഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് ഈ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വശീകരണ സ്വഭാവത്തിൽ അകപ്പെട്ട് വീണ്ടെടുക്കുന്ന സകല ജനങ്ങൾ മാനസാന്തരത്തിൽ സുവിശേഷത്തിന്റെ ഭാഗമായി തീരുവാൻ, നിത്യതയുടെ ഭാഗമായി തീരുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ച് ജനത്തിൽ ബോധ്യം കൊടുക്കണമേ, അകൃത്യങ്ങളെക്കുറിച്ച് ബോധ്യം കൊടുക്കണമേ. മരണത്തിന് അധീനമായ ശരീരത്തിൽ ജീവിച്ച് ഈ മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് പോകാതെ നിത്യജീവനെ പ്രാപിക്കണം. ആമേ. ഒടുക്കത്തെ ശത്രു മരണത്തെ യേശു ജയിച്ചതുപോലെ ഒടുക്കത്തെ ശത്രു മരണത്തെ നീങ്ങി ജയം പ്രാപിച്ച് ക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കമുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. അധികമായി ഗുണമുള്ള കേരളത്തിൽ രാജ്യങ്ങൾ സംഭവിക്കട്ടെ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് ഒട്ടനാഞ്ചരെ പാർക്കുന്ന സകല ജനത്തിലും ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിലും വാർത്തയും നിരാനും വൃദ്ധരശന യാചകർ ഓർഫനേജ് ഓട്ടഞ്ഞുവെ തടവറയിലായിരിക്കും എല്ലാ ജനത്തിന്മേലും കർത്താവിയുടെ ദൈവപ്രവൃത്തികളുടെ ഗ്രഹമേ മനസ്സാന്തരം കൊടുക്കാട്ടെ. ആമേ. അകൃത്യങ്ങളിൽ പാപങ്ങൾ തോന്നുന്നു വിചാര പരസംഗം മറ്റുമാനും വിറുപ്പുന്ന ഈ ലോകത്തിന് എല്ലാ ജലിക തീവ്രവാദ ഭീകര വർഗത്തിൽ അകപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങളും മടങ്ങി വന്ന് അപാരവൃത്ത ജനങ്ങളിൽ രാജ്യരാഷ്ട്ര തലമാരടക്കം എല്ലാ ഭരണ സംവിധാനങ്ങളിൽ നിൽക്കുന്നവരും മാനസാന്തരം, എല്ലാ മത നേതാക്കന്മാരും മാനസാന്തരം വിടുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.